മുൻ DGPയെ കൗൺസിലറാക്കാൻ വേണ്ടി മാത്രമാണോ BJP മത്സരിപ്പിച്ചത്? ഇനി എന്ത് പദവിയാണ് പാർട്ടി നൽകാൻ പോകുന്നത്? മേയർ പദവി നൽകാതെ അപമാനപ്പെടുത്തിയെന്ന വികാരത്തിലാണ് ശ്രീലേഖ എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി പുതിയ മേയർ VV രാജേഷിന് ആശംസയോ പ്രോത്സാഹന പോസ്റ്റോ പോലും ശ്രീലേഖ പങ്കുവച്ചിട്ടില്ല. താൻ അപമാനിതയായെന്ന വികാരമാണ് ശ്രീലേഖ പാർട്ടി നേതാക്കളോട് തുറന്നു പറഞ്ഞത് എന്നാണ് വിവരം. ശ്രീലേഖയെ അനുനയിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരും കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവരുമടക്കം നിരവധി പേർ ശ്രമിച്ചെങ്കിലും ഇതുവരെ ആ ശ്രമങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല. ഇന്നലെ രാവിലെ നടന്ന മേയർ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീലേഖ കൗൺസിൽ ഹാളിൽ നിന്ന് മടങ്ങിയത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കി. ഹാളിനുള്ളിൽ പുതിയ മേയറുടെ സത്യപ്രതിജ്ഞയും ആഘോഷങ്ങളും പുരോഗമിക്കുമ്പോഴാണ് അതിലൊന്നും പങ്കെടുക്കാതെ ആ ശ്രീലേഖ പുറത്തേക്ക് ഇറങ്ങിയത്. ഹാളിന് പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ അതിവേഗം വാഹനം വിളിച്ച് മടങ്ങുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ പ്രസക്തി നേടി. മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ശ്രീലേഖയെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായുള്ള സന്ദർശനമായിരുന്നു അത്. എന്നാൽ ഈ സന്ദർശനവും ശ്രീലേഖയുടെ നിലപാട് മാറ്റിയില്ലെന്നാണ് സൂചന. ശാസ്തമംഗലം ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ തന്നെ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് നൽകുമെന്ന വാഗ്ദാനം സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. അധികാരം നേടിയ ശേഷവും സംസ്ഥാന നേതൃത്വം ഈ ഉറപ്പ് ആവർത്തിച്ചതായും പറയുന്നു. സംസ്ഥാന നേതൃനിരയിലുള്ള ചിലർക്ക് VV രാജേഷിനോടുള്ള എതിർപ്പും ശ്രീലേഖയെ പിന്തുണയ്ക്കാൻ കാരണമായിരുന്നു. എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് വിലയിരുത്തൽ. K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിക്കുകയും തുടർന്ന് RSS ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് മേയർ പദവി VV രാജേഷിലേക്ക് എത്തിയത്. അതേസമയം തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങൾ ചട്ടം ലംഘിച്ചുവെന്നാണ് CPMന്റെ പരാതി. ചട്ടപ്രകാരം പ്രതിജ്ഞ ചെയ്തവരുടെ വോട്ട് മാത്രമേ സാധുവായി കണക്കാക്കുകയുള്ളൂ എന്നും CPM ആവശ്യപ്പെടുന്നു. BJP UDF അംഗങ്ങളായ 20 പേർ ചട്ടം ലംഘിച്ചുവെന്നും വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും CPM ആരോപിക്കുന്നു. ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന ആവശ്യവും CPM മുന്നോട്ട് വയ്ക്കുന്നു. മുൻ DGP ശ്രീലേഖയുടെ നിലപാട്, നേതാക്കളുടെ അനുനയ ശ്രമങ്ങളുടെ പരാജയം, മേയർ സ്ഥാനാരോഹണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, CPMന്റെ നിയമ നടപടി പ്രഖ്യാപനം എന്നിവയെല്ലാം ചേർന്ന് തിരുവനന്തപുരം നഗരത്തിൽ പുതിയ രാഷ്ട്രീയ സാന്ദ്രതകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്കിടയാക്കുമെന്നാണ് വിലയിരുത്തൽ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.